ബഹുമാന്യനായ പ്രമേയ അവതാരകൻ ചാലക്കുടി അംഗം ശ്രീ സനീഷ് കുമാർ ജോസഫും അതോടൊപ്പം ബഹുമാന്യനായിട്ടുള്ള കാസർഗോഡ് അംഗം ശ്രീ എന്നെ നെല്ലിക്കുന്നു, അതുപോലെ ബഹുമാന്യനായ കൽപ്പറ്റ അംഗം ശ്രീ ടി സിദ്ദിഖും പ്രമേയ അവതാരകൻ തൃശ്ശൂർ വേണം എന്ന് പറഞ്ഞു. കാസർഗോഡ് അംഗം അത് കാസർഗോഡ് വേണം എന്നുള്ള അദ്ദേഹത്തിന്റെ ആഗ്രഹം ഇവിടെ അവതരിപ്പിച്ചു. കൽപ്പറ്റ അംഗം അത് വയനാട്ടിൽ എയിംസ് എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു ആവശ്യം അവിടെ പറഞ്ഞു. ബഹുമാനപ്പെട്ട അപ്പോൾ സാർ ഇതില് കേരളത്തെ സംബന്ധിച്ച് കേരളത്തിന്റെ പൊതുവികാരം സാർ കേരളത്തിൽ എയിംസ് വേണം എന്നുള്ളത് തന്നെയാണ്. ദീർഘനാളുകളായിട്ടുള്ള കേരളത്തിന്റെ ആവശ്യമാണ്. അതിന് കുറെ ഒരു പതിറ്റാണ്ടിലപ്പുറം നീളുന്ന ഒരു ചരിത്രം കേരളത്തിന്റെ എയിംസ് ആവശ്യവുമായി ബന്ധപ്പെട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ, ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ കണ്ട് കേരളത്തിന്റെ എയിംസ് ആവശ്യം ഉന്നയിച്ചു. അന്ന് പ്രധാനമന്ത്രി ആ കൂടിക്കാഴ്ചയിൽ പറഞ്ഞത് അനുഭാവപൂർണമായിട്ടുള്ള ഒരു സമീപനം കേരളത്തോട് സ്വീകരിക്കാം എന്നുള്ളതാണ്. അതിനുശേഷം മുൻ ആരോഗ്യ മന്ത്രി ശ്രീ മൻസുഖ് മാണ്ഡവ്യ അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഞാനും ഒന്നിച്ച് അദ്ദേഹവുമായി മീറ്റിംഗ് ഞങ്ങൾ ചേരുകയും ആ മീറ്റിംഗിൽ കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ പ്രയോറിറ്റിയായി അല്ലെങ്കിൽ ഒന്നാമത്തെ ആവശ്യമായി നമ്മൾ ഉന്നയിച്ചത് കേരളത്തിൽ എയിംസ് സ്ഥാപിക്കണമെന്നുള്ളതായിരുന്നു. ആ കൂടിക്കാഴ്ചയുടെയൊക്കെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അന്ന് ആ മീറ്റിംഗിലും അതിനുശേഷം കത്തിടപാടിലും കേന്ദ്രം ആവശ്യപ്പെട്ടത് ഒരു സ്ഥലം, ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു സ്ഥലം വേണം എന്നുള്ളതാണ്. പക്ഷെ ബഹുമാനപ്പെട്ട പ്രമേയ അവതാരകൻ പറഞ്ഞത് തീർത്തും തെറ്റായ കാര്യമാണ്. ഉചിതമായ സ്ഥലം കാണിക്കാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ അത് നൽകാത്തത് കൊണ്ടാണ് എയിംസ് അനുവദിക്കാത്തത് എന്നുള്ളത് തെറ്റായ കാര്യമാണ് എന്നുള്ളത് ഈ സഭയെ ബോധ്യപ്പെടുത്തുവാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി 3-4 വകുപ്പുകളുടെ മന്ത്രിമാരുടെ യോഗം വിളിച്ചു ചേർത്തു. അതിൽ വ്യവസായ വകുപ്പ് മന്ത്രി, റവന്യൂ വകുപ്പ് മന്ത്രി, ആരോഗ്യ വകുപ്പ് മന്ത്രി, അങ്ങനെ വിവിധ വകുപ്പുകളുടെ മന്ത്രിമാരുടെ യോഗം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിളിച്ചു ചേർത്തിട്ട് കിനാലൂരിൽ വ്യവസായ വകുപ്പിന്റെ കീഴിലുള്ള 150 ഏക്കർ സ്ഥലം, അതിനൊപ്പം 150 ചില്ലുവാനും സ്ഥലമുണ്ട്, അതുകൂടാതെ ഒരു 40-ലധികം ഏക്കർ സ്ഥലം കൂടി നമ്മൾ അക്വയർ ചെയ്യുമ്പോൾ അവിടെ 200 ഏക്കർ സ്ഥലം ഇതിനുവേണ്ടി എയിംസിന് വേണ്ടി മാത്രമായിട്ട് നമുക്ക് മാറ്റിവെക്കാൻ കഴിയും. സ്ഥലം മാത്രമല്ല അവരുടെ ആവശ്യം, അവിടേക്ക് റോഡ് ഉണ്ടാകണം, വൈദ്യുതി ഉണ്ടാകണം, വെള്ള സൗകര്യം ഉണ്ടാകണം, മറ്റ് അടിസ്ഥാനപരമായിട്ടുള്ള സൗകര്യങ്ങൾ ഉണ്ടാകണം എന്നുള്ളതാണ്. ആ മീറ്റിംഗിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്ത് വ്യവസായ വകുപ്പിന്റെ കീഴിലുള്ള ഈ 150 ഏക്കർ സ്ഥലം ആരോഗ്യ വകുപ്പിന് കൈമാറുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ആരംഭിക്കുകയും അത് ആരോഗ്യ വകുപ്പിലേക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ അക്വിസിഷൻ നടപടികൾ സംബന്ധിച്ച വിശദാംശങ്ങൾ ഞാനിവിടെ പറയുന്നതാണ്. സാർ ഇവിടെ പ്രധാനപ്പെട്ട കാര്യം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ കേന്ദ്ര ആരോഗ്യ മന്ത്രിയെ നേരിട്ട് പോയി കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് തീർച്ചയായിട്ടും കേരളത്തിന് എയിംസ് വേണ്ടതാണ്, അടുത്തൊരു എയിംസ് അനുവദിക്കുകയാണെങ്കിൽ കേരളത്തിനാണ് എന്നുള്ളതാണ്. പക്ഷേ അതിലൊരു പൊളിറ്റിക്കൽ ഡിസിഷൻ പെൻഡിങ് ആണെന്നുള്ളത് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് കേരളത്തിന് ഈ കാലഘട്ടത്തിലൊക്കെ ഇത് നിരാകരിക്കപ്പെട്ടത് എന്നുള്ളതും ഇത് സഭയുടെ ഒരു പൊതുവികാരമായി, കേരളത്തിന്റെ പൊതുവികാരമായി കേരളത്തിന് എയിംസ് വേണമെന്നുള്ള ശക്തമായ ആവശ്യം നമ്മൾ മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നത് അതുകൊണ്ടാണ്. സാർ, എയിംസ് സ്ഥാപിക്കുന്നതിനായി കോഴിക്കോട് ജില്ലയിലെ കിനാലൂരിലുള്ള കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ഉടമസ്ഥതയിൽ ഉപയോഗിക്കാതെ കിടക്കുന്ന ഭൂമിയും കൂടാതെ സ്വകാര്യ വ്യക്തികളുടെ സ്ഥലവും ഉൾപ്പെടെ കോഴിക്കോട് ജില്ലാ കളക്ടർ കണ്ടെത്തിയ സ്ഥലം മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ പേരിൽ ഏറ്റെടുക്കുന്നതിനായി സർക്കാർ തീരുമാനിക്കുക. അതാണ് ഞാൻ പറഞ്ഞത്. പ്രസ്തുത സ്ഥലം ഏറ്റെടുത്ത് കൈമാറുന്നതിനായി റവന്യൂ വകുപ്പിനെയും ഇതിനുവേണ്ട തുക അനുവദിക്കുന്നതിനായി ധനകാര്യ വകുപ്പിനെയും ചുമതലപ്പെടുത്തി. അതിന്റെ അടിസ്ഥാനത്തിൽ കോഴിക്കോട് ജില്ലാ കളക്ടർ ഭൂമിയിൽ ലാൻഡ് അക്വിസിഷൻ സ്പെഷ്യൽ തഹസീൽദാരെ ചുമതലപ്പെടുത്തുകയും ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ച് വരികയും ചെയ്തു. ഇതുകൂടാതെ ഗവൺമെന്റ് ഉത്തരവ് പ്രകാരം കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള 151 ഏക്കർ ഭൂമിയുടെ കൈവശാവകാശം ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിന് കൈമാറിക്കൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അപ്പോൾ കേരളത്തിൽ എയിംസ് വേണമെന്നത് സംസ്ഥാനത്തിന്റെ ഏറ്റവും ന്യായമായിട്ടുള്ള ഒരു ആവശ്യമാണ്. ഇതിൽ കൂടാതെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട് സർ. ഈ ആശയവിനിമയം ഔദ്യോഗികമായി കേന്ദ്രവുമായി നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൽ നിന്ന് നമുക്കൊരു കത്ത് ലഭിച്ചിരുന്നു. ആ കത്ത് ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്ന ഈ സ്ഥലത്ത് എയിംസ് സ്ഥാപിക്കുന്നതിന് ആരോഗ്യ മന്ത്രാലയത്തിന് അതിന് മറ്റ് തടസ്സങ്ങളൊന്നുമില്ല. എന്നാൽ അനുമതിക്കായി ധനമന്ത്രാലയത്തിന് ഈ കത്ത് കൈമാറിയിരിക്കുന്നു എന്നുള്ള അത് അതായത് കേന്ദ്രത്തിന്റെ കഴിഞ്ഞ സർക്കാരിന്റെ കാലഘട്ടത്തിൽ നമുക്ക് ലഭിച്ച, കഴിഞ്ഞ വർഷമാണ് നമുക്ക് ആ കത്ത് ലഭിച്ചത്. ഈ ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച് നമ്മൾ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഇത് കണ്ട് ധനകാര്യ മന്ത്രാലയത്തിന് കൈമാറി നമുക്ക് അതിന്റെ ആശയവിനിമയം ഒക്കെ ലഭിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ മറ്റൊരു സ്ഥലത്തിനായിട്ടുള്ള ഒരു പ്രമേയം ഉചിതമാകുകയില്ല. അതുകൊണ്ട് ഈ പ്രമേയ അവതരണത്തെ അനുകൂലിക്കുന്നില്ല സർ.